ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു തിയറം ആയിരുന്നു. എന്തായിരുന്നു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് ടു ബൈനോമിയൽ. The binomial tends to normal as n tends to infinity and p or q, neither p nor q become very small എന്നുള്ളൊരു തിയറമായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഓൾമോസ്റ്റ് പ്രോപ്പർട്ടീസുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ്, ദെൻ ഒരു പ്രോബ്ലം തന്നാൽ എങ്ങനെ അതിന്റെ പ്രോബബിലിറ്റി, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. തൽക്കാലം ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓർ കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് യൂണിഫോം distribution. But discrete ഇല്ലേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റിലുണ്ട്, അത് കണ്ടിന്യൂസിൽ വരുമ്പോ എന്താണ്? റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. അപ്പോ അതിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിരുന്നു? ഡിസ്ക്രീറ്റില് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/n ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 1, 2, 3 etc. n. ഇവിടെ ഇത് ഡിസ്ക്രീറ്റ് കേസ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ കേസ്. നമുക്കിവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കേസിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/b minus a, 1/b minus a if a less than or equal to x less than or equal to b or equal to 0 otherwise. Clear? 1/b minus a or equal to 0 otherwise. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും MGF ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാ കാണുക? അപ്പൊ ഇത് സ്മോൾ എഫ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ എഫ് എക്സ് എഴുതാൻ നിങ്ങൾക്ക് അറിയണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്മോൾ എഫ് എക്സ് ഇതാണെങ്കിൽ ക്യാപിറ്റൽ എഫ് എക്സ് സ്മോൾ എഫ് എക്സ് which is equal to small x which is equal to x less than a ആകുമ്പോൾ 0യും x greater than b ആകുമ്പോൾ 1ഉം a less than or equal to x less than or equal to b ആകുമ്പോൾ എന്ത് വരും? സ്മോൾ എഫ് എക്സിൽ നിന്ന് ക്യാപിറ്റൽ എഫ് എക്സ് കിട്ടാനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. x minus a by b minus a എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x minus a by b minus a എന്ന് കിട്ടും. അത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെയുള്ളത് നമ്മളെ പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ സ്മോൾ എഫ് എക്സ് എന്ന് പറയുന്നതും ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറയുന്നതും എങ്ങനെയാണ് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് എ, ഇത് ബി, ഇതാണ് എന്ത്? സ്മോൾ എഫ് എക്സ്. ഇനി ഇതാണ് എന്ത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എ ബി. അപ്പൊ അത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് എക്സാമ്പിൾ എടുത്ത് വരച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ റിമാർക്സ് കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കി വായിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഇനി ഇതിന്റെ മീൻ കാണണം, വേരിയൻസ് കാണണം. എങ്ങനെയാണ് മീൻ കാണുക? മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ആണ്. എങ്ങനെയാണ് മീൻ കാണാം? ഇന്റഗ്രൽ ഓവർ a to b
1 x into f of x, that is 1 by b minus a dx. Integral a to b integrate here, that is equal to 1 by b minus a is a constant into x raised to 2 by 2 to the range ab, that is equal to 1 by b minus a into b square minus a square by 2. A minus b, a square minus b square a minus b into a plus b എന്ന് എഴുതാം. എന്ത് വരും? ക്യാൻസൽ ചെയ്തിട്ട് that is which is equal to b plus a into b minus a divided by b minus a into 2 വരും, that is a plus b by 2 എന്നുള്ളതായിരിക്കും എന്ത് വരിക? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ വരിക. ഇനി എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ a to b x square into 1 by b minus a dx, that is equal to 1 by b minus a into x cube by 3 to the range a to b, that is equal to 1 by b minus a into b cube minus a cube by 3. എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിന്റെ എക്സ്പാൻഷൻ ഞാൻ സിംപ്ലിഫൈഡ് ആയിട്ട് പറയാം. ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു b minus a ആണ്. b square plus ab plus a square into b minus a ആണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം. ആണ് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. therefore which is equal to 1 by b minus a into b square plus ab plus a square into b minus a cancel ചെയ്ത് പോയിട്ട് എന്ത് വരും? which is equal to by 3 വരും. therefore a square plus b square plus ab by 3. therefore variance of x is equal to expected value of x square minus expected value of x the whole square ആണ്. therefore എന്താണ്? is equal to a square plus b square plus ab by 3 minus a plus b by 2 whole square. a plus b by 2 the whole square. That is equal to a square plus b square plus ab minus a square plus 2ab plus b square by 4 by 3. അപ്പോൾ അത് LCM എടുക്കുമ്പോൾ എന്ത് വരും? 4 into a square plus b square plus ab minus 3 into a square plus b square plus 2ab divided by 3 into 4 12. That is equal to 4a square plus 4b square plus 4ab minus 3a square minus 3b square minus 6ab divided by 12.
4a square minus 3a square, that is a square. 4b square minus 3b square plus b square. 4ab minus 6ab is equal to minus 2ab by 12, that is a minus b all square by 12. അതാണ് എന്ത്? a minus b ആണോ b minus a ആണോ? ഓക്കെ, രണ്ട് ഉള്ളിൽ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്ന രീതിയിൽ എടുക്കാം. കാരണം ബി അല്ല അപ്പർ ലിമിറ്റ്, എ അല്ല ലോവർ ലിമിറ്റ്. അപ്പൊ ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എടുത്താലും ബി മൈനസ് എ ഹോൾ സ്ക്വയർ എടുത്താലും മൈനസ് എടുത്ത് സ്ക്വയർ വരുന്നതുകൊണ്ട് രണ്ടിന്റെ ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ എയും ബിയും ഏതാ വലുത്? ബി വലുതായതുകൊണ്ട് ബി മൈനസ് എ ഹോൾ സ്ക്വയർ എടുക്കണം ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ എന്തുകൊണ്ട് ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12 കിട്ടും. therefore സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ എന്ത് വരും? ബി മൈനസ് എ ബൈ റൂട്ട് 12 എന്ന് വരും. ഓക്കെ, ഇനി ഇതിന്റെ MGF അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇനി ഇതിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? MGF mx of t is equal to expected value of e raised to tx, that is equal to integral a to b e raised to tx into 1 by b minus a dx. അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? which is equal to 1 by b minus a into integral e raised to tx ന്റെ ഡെറിവേറ്റീവ് എന്താ? e raised to tx into എന്താ tx ന്റെ ഡെറിവേറ്റീവ്? by t to the range a to b, that is equal to 1 by b minus a into e raised to bt minus e raised to at by t divided by t, that is equal to e raised to bt minus e raised to at divided by t into b minus a, അതായത് mx of t which is equal to ഇങ്ങനെയാണ് കിട്ടുക. അതായത് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓർ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷന്റെ MGF നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്, ശ്രദ്ധിക്കുക. ഇഫ് എ ആൻഡ് ബി, ഇഫ് എ ലെസ് ദാൻ ബി, there are two parameters of the uniform distributions. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷന്റെ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് എ കോമ ബി എന്ന് പറയുന്നത്. ഓക്കെ,